പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഗുഡ്നസ് TV ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ശ്രവിക്കുന്നത് വിശ്വാസമെന്ന ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾ ഒരു ക്രിസ്ത്യാനിക്ക് കൈമുതലായിട്ട് വേണ്ടുന്ന രണ്ട് കാര്യം: ഒന്ന് വിശ്വാസം, രണ്ട് വിശുദ്ധി. ഈ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഊന്നി നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. മർക്കോസ് 11:24 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏത് കാര്യവും തരുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. എൻ്റെ പ്രാർത്ഥന കേട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമല്ല, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നുവോ? കർത്താവിനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യന്മാർ കാറ്റിലും കോളിലും പെട്ടപ്പോൾ കൂടെയുള്ള മിശിഹായെ തിരിച്ചറിയാതെ പോയ ശിഷ്യഗണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പഴയ നിയമ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും മൂർത്തിഭാവമായിട്ട് നമ്മൾ കാണുന്നത് അബ്രഹാത്തെ തന്നെയാണ്. അബ്രഹാത്തിൻ്റെ വിശ്വാസം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടോ എന്നുള്ള ബോധ്യമാണ്. ഞാൻ ചോദിക്കുന്നത് എന്തും തരുന്ന ഒരു ദൈവം എനിക്കുണ്ടായിട്ട് എന്തുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ എനിക്ക് കൈമുതലായില്ല? എവിടേക്കോ എനിക്ക് സംശയം. നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞാൽ അത് ദൂരെ മാറിപ്പോകുന്ന തിരുവചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ, മലകൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും മാറ്റമില്ലാത്ത വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ അവിടെ പ്രവാചകനായ എലീഷാവിൻ്റെ അരികിൽ വന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം അങ്ങനെ ശുശ്രൂഷയിലൂടെ കടന്നു പോയപ്പോൾ വരുത്തിവെച്ച കടങ്ങളേറെയുണ്ട്. ഇന്ന് എനിക്കും എൻ്റെ മകനും ജീവിക്കാനൊരു മാർഗവുമില്ല. ഞങ്ങൾ ആകെ താറുമാറായിരിക്കുക. ഞങ്ങളുടെ ജീവിതം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. നാളെ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. പെട്ടെന്ന് പ്രവാചകനായ എലീഷാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പറയുകയാണ്, വീട്ടിൽ ഒരു ഭരണി എണ്ണയുണ്ട്, അതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിലുള്ള പാത്രങ്ങളൊക്കെ എടുക്കുക. ആ പാത്രങ്ങളിലേക്ക് എണ്ണ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അയൽ ഭവനങ്ങളിൽ നിന്നും ദേശവാസികളിൽ നിന്നും പാത്രങ്ങൾ കളക്ട് ചെയ്യുക. അങ്ങനെ പാത്രങ്ങൾ കിട്ടാവുന്നത്ര പാത്രങ്ങൾ കളക്ട് ചെയ്തു. പ്രവാചകൻ പറയുകയാണ്, ആ ഭരണിയിലിരിക്കുന്ന എണ്ണ മറ്റ് പാത്രങ്ങളിലേക്ക് പകരുക. അങ്ങനെ ഓരോ പാത്രവും നിറച്ച് അവസാനം എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനി പാത്രമില്ല. അപ്പോഴവിടെ ഉണ്ടായിരുന്ന അത്രയും പാത്രം കോരുംതോറും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണിയിലെ എണ്ണ കോരുംതോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഇവരുടെ വിശ്വാസം അവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ എണ്ണ, പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഈ എണ്ണ വിറ്റ് നിങ്ങളുടെ കടം വീട്ടുക, ബാക്കിയുള്ള എണ്ണ വിറ്റ് നിങ്ങൾ ജീവിക്കുക. പ്രിയപ്പെട്ട ആ കുടുംബം ആ എണ്ണ വിറ്റ് പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ശൂനൂംകാരിയെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ആ ശൂനൂംകാരിയുടെ ഭവനത്തിന് അരികിലൂടെ പ്രവാചകനായ എലീഷാവും സഹായിയായ ഗേഹസിയും കൂടെ ശുശ്രൂഷകൾക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ഇവരുടെ ഭവനം വഴിയാണ് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഭർത്താവിനോട് ഇവൾ പറയുകയാണ്, നമ്മുടെ വീട് വഴി വരുന്ന ഈ പ്രവാചകൻ, നമുക്ക് ആ പ്രവാചകനെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കണം. അതിന് അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അവളുടെ വീടിൻ്റെ മുകളിൽ ഒരു മുറി പണിതു. ഭർത്താവിൻ്റെ അനുവാദത്തോടെ ഒരു മുറി പണിതു എന്ന് മാത്രമല്ല, അതിലൊരു കട്ടിലും കിടക്കയും ഒരു മേശയും ഒരു കസേരയും ഒക്കെ ഒരുക്കിയിട്ട് അതിൽ നല്ല വിരിയൊക്കെ വിരിച്ച് വളരെ സജ്ജീകരിച്ചു. എന്നിട്ട് പ്രവാചകൻ അതുവഴി വന്നപ്പോൾ അക്കുറി പ്രവാചകൻ വരുന്ന വഴിക്ക് അവരെ പ്രവാചകനെ വിളിച്ച് വീട്ടിൽ സൽക്കരിച്ചു. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, അങ്ങ് ഞങ്ങളുടെ മുറിയിൽ പോയി വിശ്രമിച്ചു കൊള്ളുക. പ്രവാചകനെ അവിടെ വിശ്രമിക്കാൻ അവസരം കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഗേഹസിയോട്, സഹായിയോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഇവൾക്ക് എന്താണ് ഒരു കുറവുള്ളത്? അവളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? അതോ രാജാവിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരണമോ? അവൾ പറഞ്ഞു, ഒന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ഭർത്താവ് വളരെ സമ്പന്നനാണ്. ആ ഭർത്താവിനോടൊത്ത് ഞങ്ങൾ ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾക്കൊരാവശ്യമില്ല. അപ്പോഴാണ് സഹായി ഗേഹസി പറയുകയാണ്, ഇവരുടെ ഭർത്താവ് വാർദ്ധക്യത്തിലെത്തിയ ആളാണ്. മാത്രമല്ല ഇവൾക്ക് കുട്ടികളുമില്ല.
പ്രിയപ്പെട്ടവരെ, ആ ഇത് മനസ്സിലാക്കിയ പ്രവാചകൻ പറയുകയാണ്, അടുത്ത വസന്തത്തിൽ ഞങ്ങളിത് വരുമ്പോൾ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കട്ടെ. അവൾ പറഞ്ഞു, വേണ്ട, എനിക്ക് കുഞ്ഞിനൊന്നും വേണ്ട, കുഞ്ഞില്ല എന്നോർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും പ്രവാചകൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയി. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. എന്നെ വിളിച്ച ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് ഞാൻ അറിയണം. 1 പത്രോസ് 3:9 പറഞ്ഞു, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരില്ലേ നാം. അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാട്ടിത്തരുന്ന ദേശത്തേക്ക് പോകണം, അവിടെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വിളിച്ചിട്ട് പറയുകയാണ്, നീ എനിക്കൊരു അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നീ തകർച്ചയുടെ നടുവിലാണെങ്കിൽ പോലും എൻ്റെ തമ്പുരാന് നീ പ്രിയപ്പെട്ടവനാണ്, എൻ്റെ തമ്പുരാന് നീ പ്രിയപ്പെട്ടവളാണ്. അവന് എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നുള്ള അറിവ് എനിക്കുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുന്നതെന്തും തരുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്നുള്ള ആ വിശ്വാസം എനിക്കുണ്ടാവുകയും, ആ വിശ്വാസത്തിൽ ഞാൻ വളരുകയും, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പതറാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ, ആ ദൈവം നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതരും. എഫെസസ് 3:20 പറഞ്ഞു, നീ ചോദിച്ചതും നീ ചോദിക്കാൻ ആഗ്രഹിച്ചതും നീ സ്വപ്നം കാണുന്ന പോലും തരുന്നവനാണ് എൻ്റെ ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ വലുത് നമുക്ക് വേണ്ടി തരാൻ തയ്യാറായിട്ട് എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുവോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന് 7-ാം തിരുവചനം പറയുന്നു, അതിനാൽ ഒരു പ്രത്യേകമായ ദിവസം, അതായത് ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ഒന്ന് ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന കേട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമല്ല. റോമാ 10:11 പറയുന്നു, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിച്ചു കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? എൻ്റെ വിശ്വാസം എവിടേക്ക് പതറിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, സംശയിക്കാതെ വിശ്വാസത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന തിരമാലകൾക്ക് തുല്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ പ്രവാചകനായ എലീഷാവ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത വസന്തത്തിൽ ഇവർ വരുമ്പോൾ ഇവിടെ കയ്യിലൊരു കുഞ്ഞുണ്ട്, അവിടെ കയ്യിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി വളർന്നു. പ്രവാചകൻ വരുമ്പോഴൊക്കെ ഇതുവഴി വരും, ഇവരുടെ വീട്ടിൽ വന്ന് വിശ്രമിക്കും. അവിടെ നിന്ന് വിശ്രമിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. കുട്ടിക്ക് ഏതാണ്ട് 3-4 വയസ്സ് പ്രായമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഭർത്താവിനോടൊപ്പം കൃഷിയിടങ്ങളിൽ ആ കൃഷിക്ക് വന്നിരിക്കുന്ന ബാല്യക്കാരുടെ മക്കളോടൊപ്പം ഈ ശൂനുംകാരത്തിയുടെ മകനും കളിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഈ കൊച്ചിന്റെ തലയ്ക്കൊരു വേദന വരിക. ആ കൊച്ച് എൻ്റെ തലയെന്നും പറഞ്ഞ കൊച്ചു കിടന്ന് വാവിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ കുട്ടിയെ കൊണ്ടുവന്ന് അപ്പൻ്റെ മടിയിൽ വെച്ചു. അപ്പൻ പെട്ടെന്ന് ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ നേരെ അമ്മയുടെ അരികിലേക്ക് എത്തിക്കാൻ. അമ്മയുടെ അരികിലേക്ക് എത്തി അമ്മയുടെ മടിയിൽ തല ചായച്ച് കിടന്നുകൊണ്ട് ആ കുഞ്ഞങ്ങനെ കിടന്ന് നിലവിളിക്കുകയാണ്. ആ നിമിഷം തോറും കുഞ്ഞ് വഷളായിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടന്ന് മരിച്ചു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം പറയുന്നു, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിപ്പിൻ ലഭിക്കുമെന്ന്, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന്, ചോദിക്കുന്നവർക്കൊക്കെ അളന്നല്ല കോരിത്തരുന്നൊരു ദൈവം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ടാരാണ് ഭക്തനാശരായത്? ഇല്ല മക്കളെ, അവിടുത്തെ വിളിച്ചപേക്ഷിച്ച ഒരുവൻ പോലും പുറന്തള്ളപ്പെട്ടിട്ടില്ല, ഒരുവന് പോലും അനുഗ്രഹം കിട്ടാതിരുന്നിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് അത് ഞാൻ കണ്ടെത്തുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടി പെട്ടെന്ന് മരിച്ചു. അവൾ എന്ത് ചെയ്തു? ആ കുട്ടിയെയും താങ്ങിയെടുത്തുകൊണ്ട് നേരെ പ്രവാചകൻ കിടക്കുന്ന കട്ടിൽ കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനെ അങ്ങോട്ട് കിടത്തി. ആ കുഞ്ഞിനെ കിടത്തിയിട്ട് അവൾ ആ കഥ കടച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ചോദിക്കാത്ത തന്നൊരു സമ്മാനമാണ്. ആ സമ്മാനം തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ എന്തിനു തന്നു? അവൾ പതറിയില്ല. അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന്, എന്നെ കാക്കുന്നൊരു ദൈവമുണ്ടെന്ന്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ആ ഉത്തരമരുളുന്ന ദൈവത്തിന് ഇതാ ഈ പെണ്ണ് അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് അവൾ എന്താണ് ചെയ്തത്? അവൾ ആ കുഞ്ഞിനെ പ്രവാചകൻ കിടന്ന കട്ടിൽ കിടത്തിയിട്ട് അവള്
നേരെ പ്രവാചകൻ അന്വേഷിച്ച് പോവാണ്. ബാല്യക്കാരോട് പറഞ്ഞു കരുതി കിജീനിയിടാൻ. എന്നിട്ട് ബാല്യക്കാരോട് പറയാണ് വേഗത കുറയ്ക്കരുത്, ഞാൻ പറഞ്ഞാലല്ലാതെ വേഗത കുറയ്ക്കരുത്. അവൾ പ്രവാചകനെ അന്വേഷിച്ച് പോവുകയാണ്. പ്രവാചകനെ അന്വേഷിച്ച് പോയി അവർ ചെന്നുപെട്ടത് കാർമൽ മലയിൽ. ആ പ്രവാചകൻ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാർമൽ മലയിൽ വെച്ച് പ്രവാചകനെ കണ്ടെത്തി. ഇവൾ ഓടി വരുന്നത് കണ്ട് ബാല്യക്കാരൻ വന്നിട്ട് പറയാണ് നമ്മളെ കൂടെ സഹായിക്കാറുള്ള ആ പെങ്കൊച്ചു വരുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയാണ്, എലീശ പ്രവാചകൻ പറയാണ്, അവളുടെ മുഖം മ്ലാനമാണ്, അവൾക്ക് എന്തോ സങ്കടമുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് അവളുടെ ദുഃഖം എന്നിൽ നീ മറച്ചു വെച്ചു? ഈ സമയത്ത് ആ പെണ്ണ് ഓടി വന്നിട്ട് ഈ പ്രവാചകന്റെ കാൽക്കൽ വീഴുമ്പോൾ അവളെ തടയാനും ദൂരെ മാറ്റാനും വേണ്ടി ഹേഗസി ശ്രമിക്കുമ്പോൾ ഹേഗസിയോട് പറഞ്ഞു വേണ്ട, അവളെ തടയണ്ട. ചോദിച്ചു എന്താ നിന്റെ വിഷയം, എന്താ മകള് വിഷമിച്ചിരിക്കുന്നത്? അവൾ ചോദിച്ചു ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ എനിക്കൊരു കുഞ്ഞിനെ തന്നത്? ആ കുഞ്ഞിന് മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്ന കുഞ്ഞിനെ ജീവൻ തിരിച്ചു തരണം, അതെന്റെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അവൾക്കൊരു വിശ്വാസമുണ്ട്. ഈ പ്രവാചകൻ പ്രാർത്ഥിച്ച് തന്ന കുഞ്ഞാണെങ്കിൽ ആ പ്രവാചകൻ അതിന് ജീവൻ കൊടുക്കാൻ കഴിയുമെന്നുള്ള അവളുടെ വിശ്വാസം കണ്ടപ്പോ പ്രവാചകൻ പറയുകയാണ്, ഹേഗസിയോട് പറഞ്ഞു, തന്റെ അധികാരത്തിന്റെ വടി എടുത്ത് കൊടുത്തിട്ട് പറയാണ്, നീ പോയി ഈ വടി കൊണ്ടുപോയി ആ കുഞ്ഞിന്റെ മേത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അവൾ പറഞ്ഞു, ഇങ്ങേരല്ല വരേണ്ടത്, നിങ്ങൾ തന്നെ വന്നേ പറ്റുള്ളൂ, നിങ്ങൾ വരണം, നിങ്ങൾ വരാതെ ഞാൻ സമ്മതിക്കില്ല. അവളുടെ ശല്യം സഹിക്ക വയ്യാതെ അവളോടൊപ്പം പുറപ്പെടുന്ന പ്രവാചകനായ എലീശാവ് നേരെ കടന്നു എന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോ വീട് മുഴുവൻ ജനാവലി കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ചോദിച്ചു എവിടെയാ കുട്ടിയെ കിടത്തിയിരിക്കുന്നത്? അവൾ പറഞ്ഞു അങ്ങ് വരുമ്പോഴൊക്കെ കിടക്കാറുള്ള കട്ടില് ഞാൻ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. പ്രവാചകൻ നേരെ മുകളിലേക്ക് കയറിപ്പോയി ആ വീടിന്റെ ഓടാമ്പല് തുറന്നു, അകത്ത് കയറി കുറ്റിയിടുക മാത്രമല്ല ആ കുഞ്ഞിന്റെ സമീപത്തു കൂടെ 2 ചുവടാ മനുഷ്യൻ നടന്നു. അങ്ങോട്ടേക്കിട്ട് നടക്കുമ്പോൾ പ്രവാചകൻ അറിയാം, ഞാൻ ചോദിക്കുന്നത് തരുന്നൊരു ദൈവം എനിക്കുണ്ട്. ആ പെണ്ണ് ആവശ്യപ്പെടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൾക്ക് കിട്ടിയ കുഞ്ഞിന് എന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ എന്ത് ചെയ്തു? ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ വായോട് തന്റെ വാ ചേർത്ത് വെക്കുന്നു. മാത്രമല്ല കുഞ്ഞിന്റെ കണ്ണിനോട് തന്റെ കണ്ണ് ചേർത്ത് വെക്കുന്നു, കുഞ്ഞിന്റെ നെറ്റിയോട് തന്റെ നെറ്റി ചേർത്ത് വെക്കുന്നു. എന്നിട്ട് വീണ്ടും എഴുന്നേൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനാപൂർവ്വം നടക്കുന്നു. വീണ്ടും ആ കുഞ്ഞിന്റെ പുറത്തേക്ക് കയറി കിടന്നു കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ 7 വട്ടം തുമ്മിക്കൊണ്ട് ആ കുഞ്ഞ് കണ്ണു തുറക്കുന്നു. കുഞ്ഞ് ചാടി എന്നിട്ടു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന പ്രവാചകനെ കാണുകയാണ് ജനം. ചോദിക്കുന്നത് തരുന്നൊരു ദൈവം, ആവശ്യപ്പെടുന്നത് എന്തും അളന്നല്ല കോരിത്തരുന്നൊരു ദൈവം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തില് അവിടെ യേശു കഫർനാമിലെത്തുമ്പോ അവിടെ ശിമയോന്റെ ഭവനത്തിൽ അവൻ ഉണ്ടെന്നറിഞ്ഞ് അനേകരെ നാനാദിക്കുന്നു ഓടി വരികയാണ് ആ ശിമയോന്റെ ഭവനത്തിലേക്ക് ഓടി വരുന്ന അവസ്ഥയിൽ ആൾക്കാരൊക്കെ ഓടി വരുമ്പോ 4 യുവാക്കള് തിരിച്ചോടുന്നു. നമ്മളെ വചനം വായിക്കുമ്പോൾ കാണാം 4 യുവാക്കൾ തിരിച്ചോടുകയാണ്. അവര് എന്തിനെങ്ങോട്ട് ഓടുന്നു എന്ന് ഇവർക്കറിയില്ല. യേശു ശിമയോന്റെ ഭവനത്തിൽ ഉണ്ടെന്നുള്ള ആ അറിവിന്റെ വെളിച്ചത്തിൽ അവരെല്ലാവരും അവന്റെ തിരുമൊഴി കേൾക്കുവാൻ, അവനെ ഒന്ന് കാണാൻ, അവനെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ആ സമയത്ത് ഈ 4 യുവാക്കൾ ആരാണ്? നമ്മുടെ ഇടയിൽ കാണുന്ന ചില പ്രാർത്ഥന ഉള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ചേട്ടന്മാരുമാണ്. ഒരിക്കലെങ്കിലും ദൈവത്തെ കണ്ട് അവനിൽ നിന്ന് അനുഭവിച്ചാൽ, സങ്കീർത്തനം 34:8 പറയുന്നു, കർത്താവ് എത്ര നല്ലവെന്ന് രുചിച്ചറിയാൻ. അങ്ങനെ തമ്പുരാനെ രുചിച്ചറിഞ്ഞ ആ 4 യുവാക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. കാരണം ഇവരറിഞ്ഞു അവരുടെ നാട്ടിൽ ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്നു. അവരവന്റെ അടുക്കലേക്കാണ് പോയത്. അവരവന്റെ അടുക്കലേക്ക് പോയി. എല്ലാവരും ഈശോയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ഇവർ മാത്രം തിരിച്ചോടുന്നു. അങ്ങനെ അവരവരുടെ നാട്ടിലെത്തി. യുവാവിനെയും കട്ടിലേക്ക് കടത്തിക്കൊണ്ട് ആ 4 പേരും കൂടെ ബന്ധപ്പെട്ട് ആ കട്ടിലോടുകൂടി ചുമന്ന് ശിമയോന്റെ ഭവനത്തിന്റെ പരിസരത്ത് പോലും എത്തുമ്പോൾ ആ വീടിന്റെ അകത്തേക്ക് കടക്കാനാവാത്ത വണ്ണം വലിയൊരു ജനാവലി അവിടെ തടിച്ചുകൂടിയിരിക്കുക. അങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്ന ആ മക്കളോട് കർത്താവ് വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ട ഈ 4 യുവാക്കള് അവര് പോയാൽ
തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവിടെ തിരുവചനം പറയാണ്, എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 13-14 തിരുവചനം പറയുന്നു, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷം മൂലം പലരും രോഗികളായി. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ പ്രാപിക്കുന്നു. ഇവിടെ ഈ 4 യുവാക്കളെയും കൊണ്ട് വരുന്നവരുടെ വിശ്വാസവും വിശുദ്ധിയുമാണ് ഇവിടെ പ്രധാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന ഞാൻ വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ അതിന് ഫലമില്ലാതെ പോകും. ഈ വചനം എബ്രായ ലേഖനം 4:12 പറഞ്ഞു, അവിടുത്തെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതലം മൂർച്ചയുള്ള വാളിനേക്കാൾ മജ്ജയിൽ മാംസത്തിൽ സന്ധിബദ്ധങ്ങൾ ചേതനങ്ങൾ തുളച്ചു കയറുന്ന വചനമാണെങ്കിൽ, ആ വചനം ഫലമണിയണമെങ്കിൽ പറയുന്ന ഞാൻ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ നിൽക്കണം. അല്ലാതെ വിശുദ്ധിയില്ലാതെ വിശ്വസ്തതയില്ലാതെ ആണ് ഞാനിത് പ്രഘോഷിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്നവർക്ക് ഇത് അനുഭവം ഉണ്ടാവില്ല. എന്നെ കേൾക്കുന്നവർക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ ഞാനതായിരിക്കണം. നീ അതാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട്, ഒത്തിരി മക്കളുണ്ട്. ഇന്ന് യുവമക്കളൊക്കെ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് നമ്മുടെ കൊച്ചുമക്കള്. അവർ വഴിവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് എവിടെയോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, നിന്റെ വിശ്വാസത്തിന് എവിടെയോ തടസ്സമുണ്ടായിട്ടുണ്ട്. അത് കണ്ടെത്തണം. നമ്മുടെ മക്കളെ നമുക്ക് കൈവിട്ട് കളയാൻ പാടില്ല. ആ മക്കളെ ചേർത്ത് പിടിക്കണമെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ദൈവം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ഏലിയാവ് നമ്മെ പോലെ കേവലം ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ പ്രാർത്ഥിച്ചു, ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. നോക്കണം പ്രിയപ്പെട്ടവരെ, എന്നെ പോലെ നിങ്ങളെ പോലെ ഒരുവൻ പ്രാർത്ഥിച്ചപ്പോ മഴമേഘങ്ങളെ മാറ്റി നിർത്തിയ കർത്താവ്, ആ കർത്താവ് ഇന്നും നിന്റെ അത്തരത്തിലൂടെ സംസാരിക്കുമ്പോ, നീ അവിടുത്തെ ചട്ടുകമായി മാറുമ്പോ, അതിന് നീ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ, അത് യോഗ്യത കുറവുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ പരിത്യാഗവും നിന്റെ വിശ്വാസവും നിന്റെ വിശുദ്ധിയും ദൈവസന്നിധിയിൽ കൃത്യമാണോ, കറക്റ്റ് ആയിട്ടുണ്ടോ, നിനക്ക് ആ വിശുദ്ധിയോടെ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ ചെറുപ്പക്കാര് 4 പേരുടെ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്തു? അവരാ ഗൃഹനാഥനെ സമീപിച്ചു. ഗൃഹനാഥനെ സമീപിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ ഈ വീടിന്റെ മേൽക്കൂര ഇളക്കിക്കോട്ടെ, ഞങ്ങളൊന്ന് പൊളിച്ചോട്ടെ. ആ ഗൃഹനാഥൻ സമ്മതിച്ചു. നീ സമ്മതിക്കുവോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കുവോ? നമ്മുടെ വീട്ടില് ഒരു വിശിഷ്ടാതി വന്നിരിക്കുന്നു, അയാളെ കാണാനായിട്ട് വന്നയാള് ഓർക്കണം, വന്നിരിക്കുന്നത് വെറുതെ കാരനല്ല, പ്രപഞ്ച സട്ടാവാണ്, സർവചരാചരങ്ങളുടെ ഉടയവനാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകൻ 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സകല ജനതകളുടെയും ദൈവമായ കർത്താവാകുന്നു. എനിക്ക് അസാധ്യമായതെന്തോ എന്തെങ്കിലും ഉണ്ടോ? എന്റെ തമ്പുരാന് അവിടുത്തെ നിഘണ്ടുവിൽ അസാധ്യമെന്നൊരു വാക്കില്ല. ചോദിക്കുന്നത് മുഴുവൻ അതിനേക്കാൾ ഏറെ നൽകിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ കടലിനെ ശാസിച്ചവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗൃഹനാഥന് അറിയാം അവന് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടാൽ. വചനം പറയുന്നുണ്ട്, എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ പീഡിപ്പിക്കുകയോ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, അതെ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കാളേറെ എന്റെ തമ്പുരാൻ എനിക്ക് നൽകുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ആ ഗൃഹനാഥനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വീട് പൊളിച്ചോളാൻ പറഞ്ഞു. വീട് പൊളിച്ചോളാൻ പറഞ്ഞു. മേൽക്കൂര പൊളിച്ചിട്ട് ഈ കട്ടിലോടുകൂടി ഇറക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഒരു കട്ടിലിന്റെ നീളവും വീതിയും അത്രയും വ്യാപത്തിൽ, അത്രയും വിസ്തീർണത്തിൽ ആ വീട് പൊളിച്ച് അവർ അതുവഴി ഇറക്കുമ്പോൾ മുൻവശത്തിരിക്കുന്ന ആൾക്കാര് കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 34:5 പറഞ്ഞു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ആ തിരുമുഖം ദർശിച്ചവരാരും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അന്ധകാരമെല്ലാം മാറി വെളിച്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന മക്കള് ഈശോയിൽ നിന്ന് നോട്ടം പിൻവലിച്ച് ശിരസുയർത്താൻ നോക്കിയപ്പോ കർത്താവ് നോക്കുമ്പോഴാണ് ഒരു കട്ടിൽ താഴേക്ക് വരികയാണ്. ആ കട്ടിലിന് 4 കാലാണ് കർത്താവ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ കട്ടിലേക്ക് കിടക്കുന്നവന് വിശ്വാസമില്ല. കട്ടിലേക്ക് കിടക്കുന്നവന് വിശ്വാസമില്ല. അവന് കർത്താവിനെ അറിയില്ല. പക്ഷേ ഇറക്കിയവൻ അറിയാം. ഞാൻ കർത്താവിന്റെ മുൻപിലാണ് ഈ രോഗിയെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇറക്കിയവൻ അറിയാവുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നോക്കുമ്പോ ആ കട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ താഴെ ഇറക്കുമ്പോ 4 യുവാക്കള് ആ മേൽക്കൂരയുടെ മുകളിൽ കമന്നടിച്ച് കിടപ്പുണ്ട്. അവർ കൈകൂപ്പി കർത്താവിനോട് മാപ്പപേക്ഷിച്ചു. അനുവാദമില്ലാതെ ചെയ്തു പോയി. പക്ഷേ ഇറക്കിയ ആ ജനത്തിന്റെ മുൻപിൽ വെച്ച്
കർത്താവ് ആ തളർവാദ രോഗിയോട് പറയാണ്, ആ കിടക്കെടുത്ത് നീ നടക്കുക, കിടക്കെടുത്ത് നടക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷ മേഖലയിലായിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ തേവാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുന്ന ഒരു മിനി എന്ന് പറയുന്ന ഒരു സഹോദരി ഡോക്ടറാണ്. അവരുടെ ആശുപത്രിയോട് ചേർന്ന് അവരുടെ അടുക്കലേക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നു. ഈ രോഗി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയൊരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ കോൺട്രാക്ടർ ബിസിനസ് തീരാൻ, അതായത് കൊടും തമിഴ്, തേവാരം എന്ന തമിഴ്നാട്ടിൽ തേവാരം എന്ന് പറയുന്ന ദേശത്ത് കൊടും തമിഴ് മാത്രം സംസാരിക്കുന്ന ആ നാട്ടിലെ അവിടുന്ന് ഈ മനുഷ്യന് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ, മുകളിൽ എന്തോ വാർണിഷ് പോലെ എന്തോ സാധനം അവിടെ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം പ്രമാണിച്ച് എല്ലാ ജോലിക്കാരും കൂടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇയാളും ആ കൂട്ടത്തിൽ പണിയെടുക്കുന്ന കൂട്ടത്തിൽ ഒരു വാർണിഷാണോ അതുപോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പല്ല് മുറുകിയിട്ട് പൊട്ടി ആ ദ്രാവകം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇദ്ദേഹത്തിൻ്റെ ശ്വാസകോശം ദ്രവിച്ചു 75%. തമിഴ്നാട്ടിലെ പല പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുടെയും ആശുപത്രിയിലും ഒക്കെ ഇവർ കൊണ്ടുപോയി. അവിടെ ഒന്നും ആൾ രക്ഷപ്പെട്ടില്ല. ഒടുവിൽ ഇയാള് ശ്വാസകോശം വെറും 25% മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തുള്ളൂ. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ, നമ്മുടെ ധ്യാനം തുടങ്ങുന്ന സമയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും 3 ആഴ്ച താമസമുണ്ട്. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന്, തന്നെയല്ല മലയാളം പറഞ്ഞാൽ ആ മനുഷ്യന് മനസ്സിലാവില്ലല്ലോ, അദ്ദേഹത്തെ നേരെ ഡിവൈനിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പനക്കലച്ഛനെ ഈ വിവരം ഞാൻ അറിയിക്കുകയാണ്. മറ്റൊരു സഹോദരനോട് അറിയിച്ചു, ഇന്നപോലെ ഒരാൾ വന്നിട്ടുണ്ട്, അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോരാനായിട്ട് വന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അദ്ദേഹം 2 ആഴ്ചത്തെ തുടർച്ചയായിട്ടുള്ള ധ്യാനം കൂടി കർത്താവിനെ തിരിച്ചറിഞ്ഞു. പനക്കലച്ചൻ ആ മനുഷ്യന് ജ്ഞാനസ്നാനം കൊടുത്തു. ജോയൽ എന്നുള്ള പേര് ആ മനുഷ്യൻ സ്വീകരിച്ച് ധ്യാനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയി. രോഗത്തിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ ഇദ്ദേഹത്തിലേക്ക് വചനം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനത്തിലേക്ക് മനുഷ്യൻ വന്നിട്ട് ഇദ്ദേഹത്തിന് കിടക്കാൻ പാടില്ല. അങ്ങനെ ബെഡ് കൊണ്ടുവന്ന് ധ്യാനം നടക്കുന്നതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ വല്ലാത്ത ഈ ശ്വാസം എടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വരം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഭാര്യ വന്നിട്ടുണ്ട്. പക്ഷെ ഭാര്യ ഈ മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഈ മനുഷ്യനെ പരിചരിക്കാം. ധ്യാനം കഴിയുമ്പോൾ ഈ മനുഷ്യൻ എടുത്തോണ്ട് പോകും. മാത്രമല്ല 2 സ്പൂൺ അല്ലെ 3 സ്പൂൺ ഭക്ഷണം കഴിച്ചാൽ അതിനെ ഇരട്ടി ഈ മനുഷ്യൻ ഛർദ്ദിക്കുകയാണ്. ഇത് എവിടുന്നാണ് ഇത് വരുന്നതെന്ന് അറിയാമല്ല. ആകെ 2-3 സ്പൂൺ ഭക്ഷണമാണ് കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ടീം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യനെ നമ്മുടെ അരികിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. യോഹന്നാൻ 11:4 പറയുന്നു, ഈ രോഗം മരണത്തിൽ കലാശിക്കുവാനുള്ളതല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവൻ പ്രകടമാകാനാ. ആ വചനം നമ്മളോട് കർത്താവ് സംസാരിച്ചപ്പോൾ ആ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങൾ ടീം അംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞങ്ങൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട, ഈ മനുഷ്യൻ അവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഡിവൈനിലേക്ക് വിട്ടത്. ഇത് കഴിഞ്ഞ് എന്നോടൊപ്പം ഉള്ള ജോസഫ് വടകര അച്ഛൻ, പലാരൂപത്തിലുള്ള ജോസഫ് വടകര അച്ഛൻ പറഞ്ഞു, ബ്രദറെ, ഈ മനുഷ്യൻ ഇവിടെ എഴുന്നേക്കും, ഈ മനുഷ്യന് പൂർണ്ണ സൗഖ്യം കൊടുക്കും. അതിന് അവനെ പ്രമാണങ്ങൾ പറഞ്ഞ് അവനെ നല്ല കുമ്പസാരത്തിന് ഒരുക്കാൻ പറഞ്ഞു. അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ട്, ഇനി അവനെ നല്ല കുമ്പസാരത്തിന് ഒരുക്കുക, ഞാൻ അവനെ ആശീർവദിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ മനുഷ്യനെ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ആ മനുഷ്യനെ തീർത്തും കിടപ്പ് ആൾക്കാർ 2 പേരുടെ എടുത്തുകൊണ്ടാണ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ആ മനുഷ്യന് 10 പ്രമാണങ്ങളുടെയും ആ കുമ്പസാരം കഴിഞ്ഞ്, ആ കുമ്പസാരമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഈ മനുഷ്യൻ പോയി കുമ്പസാരിച്ചു. അച്ഛൻ അങ്ങരുടെ അടുത്ത് ചെന്നിരുന്നു, കുമ്പസാരം കേട്ടു. ആ കുമ്പസാരം കഴിഞ്ഞ് അച്ഛൻ ഈ മനുഷ്യന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു തുടർന്ന് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ മനുഷ്യൻ മുട്ടിൽ നിന്നുകൊണ്ട്, പരസഹായം കൂടാതെ എഴുന്നേക്കാൻ പറ്റാത്ത മനുഷ്യൻ മുട്ടിൽ നിന്നുകൊണ്ട് ആ വിശുദ്ധ കുർബാന പൂർണ്ണമായും പങ്കെടുത്തു കഴിഞ്ഞിട്ട് കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഈ മനുഷ്യൻ കിടക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ മനുഷ്യന് ഏറ്റവും പുറകില്, ആൾക്കാരുടെ പുറകെ പരസഹായം കൂടാതെ താനെ നടന്നു വരികയാണ്. സുഭാഷിതം 16:7 പറയുന്നു, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിച്ചേരും. അവനെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ അവൻ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോ, ആ പുരോഹിതന്റെ കൈവപ്പ് കിട്ടിയപ്പോ, ഓരോ നിമിഷത്തിലും അവനിലേക്ക് ദൈവാത്മാവിന്റെ പ്രവർത്തനം. ഈ ദിവസങ്ങളൊക്കെ വചനം കേട്ട് യോഹന്നാൻ 15:3 പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്യ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുമെന്ന്. അങ്ങനെ വചനം കൊണ്ട് കഴുകൽ പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ ആ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, കുർബാന കൊടുക്കാനായിട്ട് അച്ഛൻ അങ്ങനെ നിൽക്കുമ്പോൾ
ആ കുർബാന ഈ മനുഷ്യന്റെ നാവിൽ വെക്കുന്ന നേരത്ത് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ അച്ഛന്റെ കയ്യിലും തൊട്ടുമുത്തി, എന്നിട്ട് നേരെ കുനിഞ്ഞ് ആ കാലിൽ തൊട്ടുമുത്തിട്ട് ഈ മനുഷ്യൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ട ഈ വ്യക്തിയിലേക്ക് ഒരു പ്രകാശം ഇങ്ങനെ, ഒരു പ്രകാശ കിരണങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത് നമ്മൾ കാണുകയാണ്. അയാളുടെ സ്വഭാവത്തിന്, അയാളുടെ രൂപത്തിന് പ്രകടമായ മാറ്റം. മത്തായി 13:16 പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു, നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പല പ്രവാചകന്മാരും ഇത് കാണാൻ ആഗ്രഹിച്ചു, അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം നമ്മൾക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആ മനുഷ്യൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മെയ്ക്ക് മേടിച്ച് ഒരു തമിഴ് പാട്ട് പാടി, അതികാലെ സ്തോത്രബലി അപ്പ അപ്പ ഉങ്ങൾക്ക് താൻ എന്ന് പറഞ്ഞ് പാട്ടെല്ലാം പാടിക്കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ മനുഷ്യനോട് ചോദിക്കുക, ബ്രദർ, നിങ്ങൾ പല തടവ് ചൊല്ലിയാച്ച് താന്ത തളർവാദ രോഗി കിടക്കയുമായി നടന്നത് ചൊല്ലിയാച്ചാ? ഞാൻ പറഞ്ഞു, വാ ഉങ്ങൾ പാത്തട്ടിയാ? ഞാൻ പറയില്ലേ, ഞാൻ പാക്ക മാട്ടെ, ഉങ്ങൾക്ക് പാക്കണമാ എന്ന് ചോദിച്ചിട്ട് ആ കിടന്ന ബെഡ് ചുരുട്ടി തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ പാട്ടും പാടിക്കൊണ്ട് തിരിച്ചു പോയത്. അന്ന് വൈകിട്ട്, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അന്ന് പകൽ ഉപവാസമാണ്. ആ ഉപവാസം കഴിഞ്ഞുള്ള കോഴിയും അതുപോലെ തോരൻ കറിയും പുളിശ്ശേരിയും കൂട്ടി ആ മനുഷ്യൻ 2 ആൾ തിന്നുന്ന ഭക്ഷണം കഴിച്ചു. മാസങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഉച്ചയോടുകൂടി ധ്യാനം അവസാനിക്കുകയാണ്. ആ പിറ്റേ ദിവസം ഈ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാത്ത വണ്ണം ബലൂൺ വീർക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മാറ്റം വന്നു. കർത്താവിനെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ, ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യന് വന്ന മാറ്റം, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അതിനുശേഷം പിറ്റേ പ്രാവശ്യത്തെ ധ്യാനത്തിന് 20ഓളം പേരെയും കൊണ്ടുവന്നു. അത് കഴിഞ്ഞുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ 28 പേരെയും കൊണ്ടവൻ വന്നു. ആ മനുഷ്യനെ പിന്നെ ജീവിതം തുടങ്ങി. ഏതാണ്ട് 1 വർഷക്കാലം ആ മനുഷ്യൻ വീണ്ടും ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, ആ സൗഖ്യദായകമായ വചനം ആ കർത്താവിൽ നിന്ന് നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഈ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എവിടെയാണ്? ആ വിശ്വാസം പതറാതെ നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും വിശ്വാസത്തിന്റെ വരത്താൽ നിറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും തരുന്നൊരു ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ മുട്ടുകൾ മടക്കാം. ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി, നല്ലവനും കാരുണ്യവാനുമായ പൊന്നു തമ്പുരാനെ, എന്നെ ശ്രവിക്കുന്ന ഈ മക്കൾക്ക് ഇവരുടെ വിശ്വാസം വളർത്തണമേ. ഇവരെ വിശ്വാസ തീക്ഷ്ണതയിൽ ഇവരെ നിറച്ച് ഇവർ ചോദിക്കുന്നതെല്ലാം അങ്ങ് വാരിക്കോരി കൊടുത്തുകൊണ്ട് ഒരു അനുഗ്രഹത്തിന്റെ ഒരു നിമിഷമാക്കി ഈ ഭവനത്തെ, ഈ ദേശത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.